ഹായ് വിവേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുഴഞ്ഞണ്ട് കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇന്നലെ ഹസ്ബൻഡ് വരുമ്പോൾ നല്ല ജീവനുള്ള പുഴഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഞണ്ട് നല്ലോണം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാലിൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ഞാനൊരു അമ്മിക്കല്ല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമല്ലോ. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കണം, കുറേ വെള്ളമൊന്നും പാടില്ല. ഞണ്ട് വേവിക്കാൻ വെച്ചതൊന്ന് തുറന്ന് നോക്കാം. കണ്ടാ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞണ്ട് വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞാൽ തണിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം വേണ്ടത് ചെറിയ ഉള്ളി 1 സ്പൂൺ, 1 സ്പൂൺ പച്ചമുളക്, 1 സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 സ്പൂൺ കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത്. പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ മസാലക്കൂട്ട് നമുക്ക് ഞണ്ടിൻ്റെ എല്ലാ വശത്തും നന്നായി തേച്ച് പിടിപ്പിക്കാം. ആ മസാലയെല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഞണ്ടാണിത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.